ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായികളായ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2010 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ 40 ദിവസം വൈകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു. MG പ്രതീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇതിനോടകം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് എന്ന് തോന്നുന്നു. കുറെ കൂടി കൃത്യമായ സൂചനകൾ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ കിട്ടിയേക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. 2019 അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളി അല്ല, അതേ പാളിയല്ല തിരികെ എത്തിച്ചത് എന്നുള്ള ചില വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. 2019 ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണ പാളികൾ കൊണ്ടുപോവുകയും അത് ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഈ പ്രദർശനത്തിനൊപ്പം അവിടെ ഭക്തജന സംഗമവും ചില പൂജകളും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ 40 ദിവസത്തോളം ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലടക്കം വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക്ക് പകരമായി മറ്റൊരു ചെമ്പുപാളി നിർമ്മിച്ച ശേഷം അതിൽ സ്വർണം പൂശി തിരികെ ശബരിമലയിൽ എത്തിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥിരീകരണത്തിനായാണ് ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകുന്നത്. 2 ദിവസത്തിനകം ഈ വിജിലൻസ് സംഘം ബംഗളൂരുവിൽ ഈ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ, വ്യവസായിയായ 2 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇതിൽ ഈ നിർണായകമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹമായ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും ഏറെ നിർണായകവുമായ വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലേക്ക് പോവുകയാണ് ദേവസ്വം വിജിലൻസ്. അവിടെ നിന്ന് കുറെ കൂടി പ്രധാന വിവരങ്ങൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. MG പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.